നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഈ വ്യക്തി എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ വ്യക്തി തീരുമാനമെടുത്തിരിക്കുന്നു. തീർച്ചയായും വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ വളരെയധികം തേർഡ് പാർട്ടി സിറ്റുവേഷനോട് കൂടിയും വളരെയധികം ബുദ്ധിമുട്ടുകളോട് കൂടിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പ്രണയബന്ധത്തിലായിക്കോട്ടെ, ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, മറ്റേത് തരം ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾ അതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ്. വളരെ പോസിറ്റീവ് മനസ്സോട് കൂടിയിരിക്കുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ. തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും പതിവിലേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാർഡ്സ് ലഭിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ ഒരു പക്ഷേ വളരെയധികം ഭക്തിയുള്ളവരായിരിക്കാം, പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നവരായിരിക്കാം, വളരെയധികം ഓറയ്ക്ക് പവറുള്ള വ്യക്തികളായിരിക്കാം, ഊർജ്ജസ്വലരായിട്ടുള്ള വ്യക്തികളായിരിക്കാം. കാരണം നിങ്ങളുടെ എനർജി ഇവിടെ അധികമായി ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ പതിവിലേറെ വ്യത്യസ്തമായി കാണാൻ സാധിക്കുന്നത്, നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഈ വായന കാണുന്നതോടുകൂടി തന്നെ ഹീലായി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ, നിങ്ങൾക്ക് മാത്രമല്ല ഈ വ്യക്തിക്കും ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം, പലതരത്തിലുള്ള മോശപ്പെട്ട പ്രതിസന്ധികൾ കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും മനസ്സ് മടുത്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു മടുപ്പ് അനുഭവപ്പെടുന്ന ഒരവസ്ഥ, തലവേദന, ശരീര അസ്വസ്ഥതകൾ, മരുന്ന് കഴിക്കുന്ന രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ വിട്ടു പോകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു ഡെവിൾ എനർജി എന്ന് പറയുന്നത് പോലും നമുക്ക് റിവേഴ്സ് എനർജിയിലാണ്, തലകുത്തനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു വായനയിൽ പറയുന്നത് വെറും ഒരു കഥയായിട്ട് നിങ്ങൾ തള്ളിക്കളയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് പരിപൂർണമായിട്ട് ഏറ്റെടുക്കുവാനായി ശ്രമിക്കുക. കാരണം ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികൾ ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട്, കാലങ്ങളായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അത് തൊഴിലിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, കടങ്ങളായിരിക്കാം, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നുമൊക്കെ, അത്തരത്തിലുള്ള മോശപ്പെട്ട ബന്ധനങ്ങളിൽ നിന്നും കെട്ടഴിഞ്ഞ് അതിലേക്ക് പുറത്ത് കടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് തീർച്ചയായിട്ടും ഒരു ധനികനായ വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ഓഫ് വോൺസിന്റെ എനർജിയും ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വിജയത്തെ തന്നെയാണ് കാണിക്കുന്നത്. കുറച്ച് വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അധികം നിങ്ങളെ മുഷിപ്പിക്കാതെ, അല്ലെങ്കിൽ അധിക സമയം പാഴാക്കി കളയാതെ ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം തേടിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കാലാകാലങ്ങളായിട്ട് ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് തികച്ചും ഒരു ശാപം കിട്ടിയ, അല്ലെങ്കിൽ എന്തോ ഒരു മുജ്ജന്മ പാപം പോലെ ഈ വ്യക്തിയുടെ തലക്ക് ചുറ്റിനും കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ നിങ്ങളുമായിട്ട് പ്രണയബന്ധത്തിലായതിന് പിറ്റേ ദിവസം തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്കും നിങ്ങൾക്കിടയിലും അസ്വസ്ഥതകൾ വന്നതായിട്ടും, ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്കിടയിൽ അതായത് ഒരു കുഴപ്പവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ വന്ന് നിറയുകയും അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വരികയും, അത് വീണ്ടും ആ ഒരു സ്നേഹത്തിന്റെ പവിത്രത നഷ്ടപ്പെട്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴികളിൽ സഞ്ചരിച്ചു പോയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അത് തീർച്ചയായിട്ടും ഇവിടെ നമുക്കിപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാൽ,
ഏത് മോശപ്പെട്ട ശക്തിയാണോ നിങ്ങളെ രണ്ടുപേരെയും സെപ്പറേഷൻ പീരീഡിലേക്ക് ആക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചത്, തീർച്ചയായിട്ടും അതിൽ നിന്നും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു മോചനം ലഭിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ രീതിയിലുള്ള താമസം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ തേർഡ് പാർട്ടിയുടെ ശക്തി ക്ഷയിച്ചു വരുന്നതായിട്ടും അല്ലെങ്കിൽ അതിന്റെ എനർജി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ ഒരു തേർഡ് പാർട്ടിയോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ടും അവരോട് എതിർത്ത് സംസാരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തോ ഒരു നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എന്തോ ഒരു ഭാഗ്യം കൈകളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അവസ്ഥയാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരെ എതിർക്കാനോ അവരോട് ചോദ്യം ചെയ്യാനോ ഉള്ള അവകാശം ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു അഭയാർത്ഥിയുടെ അവസ്ഥ തന്നെയാണ്. പക്ഷേ ആ ഒരു അഭയാർത്ഥിയുടെ അവസ്ഥയിൽ നിന്നും ആജ്ഞാപിക്കുന്ന ഒരു എനർജിയിലേക്ക് ഈ വ്യക്തി വരുന്നതായിട്ട് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ഈ വ്യക്തിക്ക് മുന്നിൽ തെളിഞ്ഞതായിട്ടോ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു പുതിയ മാറ്റത്തിനുള്ള ഒരു തുടക്കം തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളാണെങ്കിലും ഈ വ്യക്തിയോട് കല്യാണത്തിനെ കുറിച്ചും അല്ലെങ്കിൽ റിയൂണിയൻ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഈ വ്യക്തി വളരെയധികം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ വരുതിയിൽ അവരുടെ കൺട്രോളിലായിരിക്കാം, അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. കാരണം ഈ വ്യക്തിയുടെ ഗതികേട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതല്ലാതെ ഈ വ്യക്തിക്ക് വേറെ വഴിയില്ല. പക്ഷേ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വ്യക്തിയുമായിട്ട് വിദേശ യോഗമൊക്കെ പറയുന്നുണ്ട്. അത് ഫ്യൂച്ചർ കാർഡ്സിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ എനർജി ആണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ ക്യൂനിന്റെ എനർജിയിലും പുരുഷന്മാരാണെങ്കിൽ കിങ്ങിന്റെ എനർജിയിലുമാണ് നിൽക്കുന്നത്. കിങ് ഓഫ് പെൻഡക്കിൾസും ക്യൂൻ ഓഫ് പെൻഡക്കിൾസുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഈഗോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കടിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷെ അതിൽ നിന്നുമൊക്കെ ഒരുപാട് ഹീലിംഗ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ വ്രതമൊക്കെ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം. അമ്പലത്തിലും പള്ളികളിലും നേർച്ചകളും കാഴ്ചകളും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ജന്മന വളരെയധികം പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള മോശക്കേടുകൾ വന്നു പോയത് കൊണ്ടാണ് നിങ്ങളുടെ യഥാർത്ഥ ആ ഒരു പവറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കാഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത്രയും കാലം നിങ്ങളെ രണ്ടുപേരും ഭരിച്ചിരുന്നത് ആ ഒരു നെഗറ്റീവ് എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ക്ഷയം സംഭവിച്ച് പോസിറ്റീവ് എനർജി, അതായത് നിങ്ങൾ രണ്ടുപേരും ജനിച്ചപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പവർ, നിങ്ങൾക്ക് പ്രകൃതി ഈ പ്രപഞ്ച ശക്തി അനുഗ്രഹിച്ച് തന്ന ഒരു പവർ ഉണ്ട്. ആ പവറിലേക്ക് നിങ്ങൾ തിരിച്ചെത്തുന്നതായിട്ട്, അതായത് നമ്മളുടെ യഥാർത്ഥ ഡെസ്റ്റിനിയിലേക്ക്, ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും അവസാനം നമ്മുടെ വീട്ടിൽ വന്ന് ചേരും എന്നുള്ള ഒരു സത്യം പോലെ തന്നെ നിങ്ങളുടെ യഥാർത്ഥ എനർജിയിലേക്ക് ചെന്നെത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, ഒഴിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ ശത്രു സംഹാരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നേർച്ചകൾ ചെയ്യുന്നുണ്ടാകാം. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ രണ്ടുപേരും വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ശത്രുക്ഷയം തന്നെയാണ് കാണിക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് കുറേ നാളുകൾക്കേറെ നമുക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് കാർഡ്സ് നമുക്ക് റിവേഴ്സ് പ്രൊസീജിയറിൽ ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പറ്റം വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട്
ദൂരേക്ക് എവിടെയെങ്കിലും പോകാനോ മാറി താമസിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിലേക്ക് മാത്രം ഉൾവലിഞ്ഞ് വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഈ വ്യക്തി, എന്തൊക്കെയോ തീരുമാനങ്ങൾ ഈ വ്യക്തി മുന്നോട്ടെടുത്ത് വെക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ സമയമായിട്ടില്ല. അതിൻ്റെതായ സമയം വരുമ്പോൾ ഈ വ്യക്തി അതെല്ലാം പരിഹരിച്ച് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ വളരെയധികം, അതായത് നിങ്ങളുടെ രണ്ടു പേരുടെയും തെറ്റിദ്ധാരണകള്, അഹങ്കാരങ്ങള്, അല്ലെങ്കിൽ ഒരുപാട് അകൽച്ചക്കുറവ്, ഇതൊക്കെ മാറുന്നതായിട്ട്, ഹീലാകുന്നതായിട്ട്, അതുപോലെ ഇതിന്റെ മോശപ്പെട്ട പ്രശ്നങ്ങൾ കാരണം രണ്ടുപേരുടെ മനസ്സ് ഒരുപാട് തളർന്നിരിക്കുന്നു, തകർന്നിരിക്കുന്നു, ഒറ്റപ്പെട്ടിരിക്കുന്നു, ഡിപ്രഷൻ, അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥ, ഊർജമില്ലാത്ത അവസ്ഥ, ഇതൊക്കെയും നിങ്ങളെ വിട്ട് പോകാൻ പോകുന്നു. പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാലത്തെ നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇതിലൂടെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ വ്യക്തിക്ക് സോളിഡ് ആയിട്ടുള്ള എന്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. സമയം തെളിയുക, അല്ലെങ്കിൽ കാലചക്രം അനുകൂലമാവുക, അങ്ങനെ എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ തലയിൽ ചുറ്റിനും കറങ്ങിക്കൊണ്ടിരുന്ന ഏതോ ഒരു ജന്മത്ത് ചെയ്തു പോയ പാപം, അല്ലെങ്കിൽ മുജ്ജന്മ പാപ കർമ്മത്തിന്റെ പേരിലോ പാരമ്പര്യ ശാപത്തിന്റെ പേരിലോ ഈ വ്യക്തി പല കാര്യങ്ങൾ കൊണ്ടും വഴിമുട്ടി ജീവിച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തി അധികം തെറ്റുകൾ ഈ ഒരു ജന്മത്തിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വ്യക്തി മാത്രമല്ല, നിങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള നല്ല കർമ്മത്തിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ ഒരു പുതിയ ഗുഡ് ന്യൂസ്, അല്ലെങ്കിൽ പുതിയ ശുഭവാർത്തകൾ, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക, മനസ്സിലേക്ക് ഏറ്റെടുക്കുക. അതുപോലെ ഈ വ്യക്തി നിങ്ങളോട് വന്ന് സംസാരിച്ചതായിട്ടും സന്തോഷത്തോടു കൂടി നിങ്ങളെ നോക്കി ചിരിച്ചതായിട്ടും ഒക്കെ മനസ്സിൽ സങ്കല്പിക്കുക. രാത്രി കിടന്നുറങ്ങുക. തീർച്ചയായിട്ടും ഇതൊരു മാനിഫെസ്റ്റേഷൻ ആയി മാറുന്നതായിരിക്കും. നിങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളും വരുന്നതായിരിക്കും. മാറ്റത്തിന് തയ്യാറാവുക. നെഗറ്റീവായിട്ട് ചിന്തിച്ച് തള്ളിക്കളയുന്നവരോട് ഒന്നും പറയാനില്ല. പക്ഷെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റത്തിന് തയ്യാറാകാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ മനസ്സും കൂടെ പാകപ്പെടുത്തി വെച്ചാൽ മാത്രമാണ് നമുക്കത് എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ല ഇതൊക്കെ വെറുതെയാണ്, അല്ലെങ്കിൽ പൊള്ളയായ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കുന്ന രീതിയെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.